രായമ്മ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അതായത് ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ പല പോസ്റ്റുകളും രായമ്മയുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസുറ ബീവി എന്ന് പറയുന്ന ഇത്ത ഷിയാസിൻ്റെ കയ്യിൽ നിന്നും പണം പറ്റിച്ചു, മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പോസ്റ്റുകളും. എന്നാൽ ഇതേ ഷിയാസ് തന്നെ, ഷിയാസിൻ്റെ വോയിസിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളും രായമ്മ സ്വന്തം അക്കൗണ്ടിൽ കൂടെ, സ്വന്തം ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷിയാസിൻ്റെ സമ്മതത്തോടു കൂടിയല്ലായിരുന്നു. ഷിയാസ് തന്നെ പറയുന്ന വോയിസ് എൻ്റെ കയ്യിലുണ്ട്. ഷിയാസ് നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിയാസിൻ്റെ വൈഫിൻ്റെ ഫോണിലേക്ക് തന്നെ ഞാനത് അയച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ, ഷിയാസ് ഈ പറയുന്ന രായമ്മയ്ക്ക് പണം നൽകിയതും ഷിയാസിൻ്റെ പണം രായമ്മ പറ്റിച്ച് തിന്നതും എല്ലാ സത്യങ്ങളും. ഈ പറയുന്ന അസുറ വ്ളോഗ് ബീവി ആ ഇത്ത കേസുമായി പോവുകയാണെന്നുണ്ടെങ്കിൽ 100% ഞാൻ ഇത്തയോടൊപ്പം നിൽക്കുമെന്നുള്ളൊരു വോയിസും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. രായമ്മ എന്ന് പറയുന്ന പക്ക പിഴച്ചവള് ഒരു തെളിവുമില്ലാതെയാണ് ഇത്തായുടെ നേരെ ഇത്രയും വലിയ ഒരു ആരോപണം കൊണ്ടുവന്നത്. ഇത്ത അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടണം. അതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു വോയിസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഷിയാസിൻ്റെ വോയിസ് തന്നെ. ഷിയാസ് നിഷേധിക്കട്ടെ, ഷിയാസ് നിഷേധിക്കട്ടെ. ഈ രായമ്മയുടെ സുഹൃത്ത് എന്ന് പറയുന്നവൻ അല്ലേ? യെസ് അതന്നെ, സ്നേഹത്തിൻ്റെ തീരത്തിൻ്റെ ഒക്കെ തന്നെ. എൻ്റെ ജീവനാണ് രായമ്മ. എൻ്റെ ഷിയാസ് യെസ് അവൻ്റെ തന്നെ വോയിസ് ഏകദേശം 35 മിനിറ്റിൽ കൂടുതലുള്ള ഒരു വോയിസ്. അതായത് ഈ പറയുന്ന ഷിയാസ് പോലും പറയുന്നത് രായമ്മ പക്ക ഫ്രോഡാണ് എന്നാണ്. വോയിസ് ഞാൻ വേണമെങ്കിൽ ആർക്കെങ്കിലും അയച്ചു തരാനും തയ്യാറാണ് കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ എൻ്റെ മറ്റൊരു ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് എന്താണെന്ന് വെച്ചാൽ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് സംഭവങ്ങളുള്ള കാരണം കൊണ്ടാണ് ഞാനത് പുറത്ത് വിടാത്തത്. നോക്കട്ടെ, ഞാൻ കുറച്ചതിൽ എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ മറ്റേ ചാനലിൽ കൂടെ വിടാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. അതായത് ഷിയാസിൻ്റെ സമ്മതത്തോടു കൂടിയല്ല ഷിയാസിനെ സംബന്ധിച്ചുള്ള പോസ്റ്റുകൾ രായമ്മയുടെ ചാനലിലൂടെ ഇട്ടത് എന്ന് പറയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിടും. അപ്പോൾ ഈ പറയുന്ന പെണ്ണും പിള്ളേനെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന രായമ്മ എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ മനസ്സിലാക്കണം. രായമ്മ എന്ന് പറയുന്ന പക്ക ഫ്രോഡ്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നു, ഞാൻ 19 കൊല്ലം മുന്നേ ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ 3ാമത്തെ കുട്ടീനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അവരും അവരുടെ ഭർത്താവും ഒരു അമ്പലത്തിനുള്ളിൽ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫോട്ടോസുകളും ആൽബവും എൻ്റെ പക്കലുണ്ട്. അവൾ ഇനി ആരെയും ദ്രോഹിക്കരുത്. അവൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് എഴുന്നള്ളത്ത് ആണ്. ഷിയാസിന് വല്ലാതെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഷിയാസ് മോനെ, നിന്റെ കുടുംബം കലക്കാൻ അസുറാത്തയാവില്ല വരിക. ഓക്കെ, കണ്ണി കണ്ട പിഴച്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ജീവനും ജീവൻ്റെ ജീവനാണെന്ന് പറയാൻ നാണല്ലേടാ നായ നിനക്കൊക്കെ. കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് അവനവൻ്റെ മക്കളും ഭാര്യയും തിന്നു പോവേണ്ട കാശ് കണ്ണി കണ്ട തേവിടിച്ചുകൾക്ക് കൊണ്ടേ കൊടുക്കാൻ നാണല്ലേടാ നായ. കേവലം സുഖത്തിന് വേണ്ടി കൊണ്ടേ കൊടുക്കാൻ നാറി. നിനക്കൊക്കെ കെട്ടി തൂങ്ങി ചത്തുടറ സ്വന്തം ഭാര്യയ്ക്ക് ദ്രോഹം ചെയ്യുന്നവനെ. സ്വന്തം ഭാര്യയ്ക്ക് നീ ആ ഉമ്മയോട് പറയുന്നില്ലേടാ, കാല് പിടിച്ച് പറയുന്ന പോലെ പറയുന്നില്ലേടാ, എൻ്റെ ഉമ്മയായിട്ടാണ് ഞാൻ കാണുന്നത് അസുറാത്ത, എൻ്റെ ഫാമിലിയോട് പറയരുത്, എൻ്റെ കുടുംബം നശിപ്പിക്കരുത് എന്ന് പറയുന്നില്ലേടാ നായെ. സ്വന്തം വേദന, സ്വന്തം അഭിമാനത്തിനേറ്റ വേദന പോലും താങ്ങിപ്പിടിച്ച് ആ ഉമ്മ നിന്റെ കുടുംബത്തിനോട് എന്തെങ്കിലും പറഞ്ഞടാ നാറി. നിന്റെ കുടുംബം തകർക്കാൻ വന്നടാ നാറി.
താത്ത ഷാൻ പിന്നെ പോയി എന്തൊരു കഷ്ടമുള്ള വിധി, അള്ളാഹു കാക്കട്ടെ, പ്രസവം നല്ല രീതിയിൽ കഴിയട്ടെ. ഞാൻ അവളോട് അതന്നെ പറഞ്ഞത്, പോണത് പോട്ടെ, 3 മക്കളെ നീ തന്തല്ലാതെ വളർത്തും, 4ാമത്തെ ഒന്നിനെയും കൂടി പഠിച്ചവൻ തന്നു എന്ന് വിചാരിച്ചു, അതിനെ വളർത്താനുള്ള കയറിയ ദൈവം വേറെയും തരും, നീ അവരെ വളർത്തുന്ന പറഞ്ഞത്. നജ്ലാനെ ഇനി ആരും ഒന്നും പറയില്ലേ, പാവം, എങ്ങനെയെങ്കിലും ജീവിക്കട്ടോ പെണ്ണ്, തെറ്റുപറ്റാത്ത മനുഷ്യരൊന്നുമില്ല. പക്ഷെ രായമ്മ അവരുടെ പിന്നാലെ ഉണ്ടെങ്കിൽ പിന്നാലെ ഈ ഫാത്തിമ ഉണ്ടാവും. ഓക്കെ, പിന്നാലെ ഈ ഫാത്തിമയും ഉണ്ടാകും രായമ്മയുടെ പിന്നാലെ.